തിരിച്ചു വന്നിരിക്കുകയാണ് മറ്റൊരു പവർഫുൾ എപ്പിസോഡ്. ഇന്നും വടക്കേക്കരയും തെക്കേക്കരയും തമ്മിലുള്ള യുദ്ധമൊക്കെ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് എല്ലാവരുടെ അടുത്തൊരു ഹായ് പറയട്ടെ. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ നല്ല ടീച്ചേഴ്സ് ആണ്, അംഗനവാടിയിലെ ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സിനെ കാണുമ്പോൾ എനിക്ക് ഒറ്റ കാര്യം ആദ്യം ഓർമ്മ വരുന്നത്, അമൃതം പൊടിയോ? അംഗനവാടിയിലെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതിനേക്കാൾ മുമ്പ് ഞാൻ ഒരു വെൽക്കം സോങ് പാടിക്കോട്ടെ. ടീച്ചേഴ്സിന് വേണ്ടിയാണ്. ഗുഡ് വൺ. അംഗനവാടിയിലെ ടീച്ചറേ ഹായ് എന്റെ പൊന്നു മക്കളെ. അതങ്ങനെയാണ് സാധനം. എനിക്ക് എന്തറിയോ, നമ്മൾ ഒരാള് വിചാരിച്ചാൽ ഹലോ, പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ 4 വരിയാണ്. ഓക്കെ, മൂളാനല്ല പറഞ്ഞത്. ഇത് പാട്ട് ഇത് എഡിറ്റില് 2 തവണ ഇടാന്ന്, അപ്പൊ 4 വരി. നമുക്ക് ദൈവകൃപ ഉള്ളതുകൊണ്ടാണ് 2 വരിയിൽ തീർന്നത്. പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ ശ്രീവിദ്യന്ന് എത്ര പാട്ട് പാടാൻ ശ്രമിച്ചാലും ആരൊക്കെ എന്തൊക്കെ സ്കോർ ചെയ്യാൻ ശ്രമിച്ചാലും നടക്കില്ല. കാര്യം എന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ സ്വന്തം നാട്ടുകാരാണ് ഇവര് വന്നേക്കുന്നത്. അടൂരിന്നാണ് വന്നേക്കുന്നത്. ഏഴംകുളം പഞ്ചായത്ത്. നേരത്തെ ഇവര് വന്നപ്പോഴേ ആലീസ് പരിചയപ്പെടുന്നത്, ഞാനേ നിങ്ങളുടെ നാട്ടുകാരാണ്. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് ചേച്ചിയോട് പറയണം, അതെ എനിക്കറിയാം, മറ്റേ ഭാസ്കര മാമന്റെ വീടിന്റെ തൊട്ടപ്പുറത്തല്ലേ ആലീസിനെ കെട്ടിച്ചുവിടുന്നത്. ഭാസ്കരൻ തൊട്ട എന്നിട്ട് ഇപ്പുറത്തുനിന്ന് പറയണേ, അവിടെ വെച്ച് കണ്ടാ മിണ്ടാത്ത പെണ്ണാണ്. ഹലോ അഖിൽ, എന്റെ ടീമാണ് ആലിസ്. എപ്പോഴും മറക്കണത് എന്താണ്? സ്വന്തം മക്കളെ അടിക്കാം, നാട്ടുകാരടിക്കായിരുന്നാ മതി. ഓ, അച്ഛനായോ? കല്യാണം കഴിക്കാത്ത ഒരു എടി ആ ടോൺ അല്ലട്ടോ, തന്തവൈബാണ്. എന്നാലും ഞാൻ എന്റെ ടീമിലുള്ളവരെ അങ്ങനെ ആക്കുന്നില്ല. അല്ല, നമ്മൾ യുദ്ധം തുടങ്ങിയിട്ടില്ലോ. തുടക്കത്തിൽ നമുക്ക് ഇതിപ്പം ഒരു ഫാമിലി റൗണ്ട് പോലെ, ഇതിപ്പോ ചേച്ചിയുടെ ഒരു സെഗ്മെന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ വേണമെങ്കിലും പറയാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യുദ്ധം തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മൾ ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് എന്തായാലും ആലിസെ കൺഗ്രാറ്റുലേഷൻസ്. കാരണം ആലിസ് ആണ് ഇനി ഏഴംകുളം പഞ്ചായത്തിലെ ഈ അംഗനവാടിക്ക് പുതിയൊരു അംഗത്തിനെ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും. ടീച്ചർമാരെ നോക്കിക്കോണേ, ആലിസിനെ നോക്കിക്കോണേ. വേണ്ടത്ര ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുത്ത് അവളൊന്ന് മനസ്സ് വെച്ചാൽ അറിയാലോ. നന്മയ്ക്കായി ഒരു തൊട്ടിൽ. നിനക്ക് എന്താണ് ഉപദേശം കൊടുക്കേണ്ടത് എനിക്ക് മനസ്സിലായില്ല. ഈ തൊട്ടിലേക്ക് ഞങ്ങള് ഏഴംകുളത്തുകാര് ഈ തൊട്ടിലേക്ക് എന്നെ മാത്രമല്ല നിങ്ങൾക്കൊക്കെ സഹകരിക്കാം. ഒരു മിനിറ്റ്, ഞങ്ങൾ എന്തിനാ അടൂര് വന്ന് പ്രസവിച്ചിട്ട് അവിടെ കൊച്ചിനെ ശ്രീവിദ്യക്ക് വേണ്ടി ഒരു വലിയ കൈയടി. ഞാൻ പെട്ടെന്ന് അടൂര് വരെ സഞ്ചരിച്ചു പോയി ആ പെയിനുമായിട്ട്. കോട്ടയം വളരെ അടുത്ത ആള്. ഞാൻ ചെയ്യാം. ഒരെണ്ണം കോട്ടയത്തിലും ട്രിവാൻഡ്രത്തില്ല. ഒരെണ്ണം കോട്ടയം, ഒരെണ്ണം പിന്നെ അടൂര്. അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ. കർത്താവേ, കാണാനുള്ള സമയമായിരിക്കുകയാണ്. ചേച്ചി ഒരു മിനിറ്റ്, എന്തോ ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് മൃദുല. ഇന്നത്തെ മാനിക്യൂൻ സാരി ഉടുത്താണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടീച്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. ടീച്ചറമ്മേ, തുടങ്ങാല്ലേ പരിപാടി? മാത്രമേ ഇവിടെ സംഭാവന കൊടുത്തിട്ടുള്ളൂ അംഗൻവാടിയിലേക്ക്. അതുകൊണ്ട് അവക്കൊന്ന് സംസാരിക്കാം. അല്ല, എനിക്ക് സംസാരിക്കണ്ട, സംഭാവന ഓൾറെഡി ചെയ്തല്ലോ. വലിയ സംഭാവനയായിരുന്നു. എത്ര വയസ്സായി സംഭാവനയ്ക്ക്? 3.5. വാവ്, ഗുഡ് വൺ, ഗുഡ് വൺ. അപ്പൊ ശ്വേത ചേച്ചി, ശ്വേത ചേച്ചിയുടെ ആൾക്കാരെ ഇറക്കാനുള്ള ടൈം ആയിരിക്കാണ്. പറഞ്ഞോ. അപ്പൊ ഒരു നല്ലൊരു എന്താ പറയാ ഉന്മേഷമുള്ള ഒരു തുടക്കം തുടങ്ങിയാലോ ഈ ഒരു എപ്പിസോഡില്? ലെറ്റ്സ് ബ്രിങ് ഓൺ നമ്മുടെ ഫാമിലി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ്. ചരിത്ര വിജയം നേടിക്കൊണ്ടാണ് KGF പാർട്ടി വിജയിച്ചിരിക്കുന്നത്. കേരള ഗ്രൂപ്പ് ഫെഡറേഷൻ. അവരുടെ പേര് പോലെ തന്നെ വയലൻസ് വയലൻസ് വയലൻസ്. KGF പാർട്ടിയിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയില്ല 3 നേതാക്കന്മാരുടെ ഫ്ലെക്സുകളാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. കേരളം ഉറ്റുനോക്കുന്ന ആ മുഖ്യമന്ത്രി ആരാന്ന് അറിയാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങൾ അവരോട് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം. കേരള നാട് ഞങ്ങൾ ഭരിക്കും, കേരള നാട് ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ ഭരിക്കും, കേരള നാട് ഞാൻ ഭരിക്കും. അതിനുള്ള യോഗ്യത എനിക്കാണല്ലോ. എന്ത് യോഗ്യത ഉള്ളത്? ഞാനാണ് മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുള്ളത്. വഴക്കുണ്ടാക്കല്ലേ?
ആദ്യമായി വിജയിച്ച നിങ്ങളുടെ പാർട്ടിക്ക് എന്റെ അഭിനന്ദനങ്ങൾ. ആദ്യമായിട്ടല്ല ഞങ്ങൾ ഇതിനു മുമ്പും വിജയിച്ചു. അതെനിക്കറിയാം. ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഒരു അഭിനന്ദനങ്ങൾ അറിയിച്ചതാണ് അങ്ങനെ. സാർ. പിന്നെ നിങ്ങൾ ഇങ്ങനെ തല്ലുകൂടുമ്പോ ഇത് മൊത്തം ജനങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ, അവര് പ്രതികരിക്കും. അല്ല, അത് ഞങ്ങൾക്ക് വിഷയമല്ല. ജനങ്ങൾ എന്ത് പ്രതികരിക്കാൻ? ജനങ്ങളോട് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞവരെ ഞങ്ങൾ വോട്ട് ചെയ്തു. ഞങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഇനി ജനങ്ങൾക്ക് ഒരു റോളും ഇല്ല. ഞങ്ങൾക്കാണ് റോള്. ഞങ്ങൾക്കാണ് റോൾ. ഞങ്ങൾ മുഖ്യമന്ത്രി ആകണം ഞങ്ങൾ തീരുമാനിക്കും. 5 വർഷം സഹിച്ചിരിക്കുക ജനം. 5 വർഷം ജനം സഹിച്ചിരിക്കുക. നിങ്ങൾ 3 പേരിലും ആരായിരിക്കും മുഖ്യമന്ത്രി? അല്ല, ഇപ്പോഴത്തെ ഒരു നിലവാരം കൊച്ചു നോക്കുമ്പോ ഞാനായിരിക്കും മുഖ്യമന്ത്രി. അതെങ്ങനെ PC ആകും? PC ആകുള്ളൂ. ഇടയ്ക്ക് അങ്ങനെ പറയില്ലേ? ആവർത്തനം പറയരുത്. പറയരുത്. സാർ, നിങ്ങളൊരു ടീമല്ലേ? അല്ല, ഞങ്ങളൊരു ടീമാണ്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ടീം ഞാനാകും മുഖ്യമന്ത്രി. അതെ, CC ആണ് മുഖ്യമന്ത്രി. അടുത്ത CC അല്ല, CC അടഞ്ഞിരിക്കുന്നു. 40-40 വർഷമായാലും കുപ്പായം തേപ്പിച്ച് നടക്കണു. CC അടഞ്ഞു. എനിക്കാണ് യോഗ്യത. അതിനുള്ള എന്റെ യോഗ്യത എന്താന്ന് വെച്ചാൽ എനിക്ക് ജീവിതത്തിൽ ഒരു ശത്രുക്കളും ഇല്ല എന്നുള്ളതാണ്. അല്ല, അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അവരൊക്കെ ചത്തുപോയി. അതാണ് പറഞ്ഞത്. സീനിയോറിറ്റി എനിക്കാണ്. അതുകൊണ്ട് ഈ CC ആണ് മുഖ്യമന്ത്രി. അതെങ്ങനെയാവും? അതെങ്ങനെയാകും CC? നിങ്ങൾ അടഞ്ഞിരിക്കുന്ന സാധനം നിങ്ങൾ അവിടെ നിർത്തൂ. ഞാൻ VC ആണ്. VC ആണ് ഈ പടം നയിച്ചുകൊണ്ട് വന്നത്. 5 വർഷം പടം നയിച്ചിട്ട് 3 തെരഞ്ഞെടുപ്പുകളാണ് ഞാൻ ഇവിടെ നയിച്ചുകൊണ്ട് വന്നത്. മാറി നിന്നാൽ മതി. ഹൈക്കമാൻഡുമായി പിടിപാടും. എനിക്ക് ഇവിടെ മാത്രമല്ല, നിങ്ങളൊരു ടീമല്ലേ? ഞങ്ങൾ ഒരു ടീമാണ്. ടീം ഒരു ചാൻസ്. സാർ ഇടയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്തിയല്ലോ, തോറ്റു കഴിഞ്ഞാൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. ഇപ്പൊ ജയിച്ചല്ലോ, അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, തോറ്റു കഴിഞ്ഞാൽ വനവാസത്തിന് പോകുമായിരുന്നു. ഇപ്പൊ ജയിച്ചല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സുഖവാസത്തിനായിട്ട് പോവുകയാണ്. അതിനുള്ള മത്സരമാണ് ഞാൻ പോകും. എന്ത് പറ്റി? അല്ല, ഏട്ടക്ക് തലക്ക് ഒരു ചെന്നിക്കുത്ത്. കുറെ നാളെ കുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ഞാനാണ് മുഖ്യമന്ത്രി. നിങ്ങൾ ആരും അതിനു വേണ്ടി കച്ച കെട്ടി ഇറങ്ങണ്ട. ബഹളം വെക്കല്ലേ. എനിക്ക് സാറിനോട് ഒരു കാര്യം ചോദിക്കണ്ടേ? അതായത് സാറിന് ഹൈക്കമാൻഡിൽ വലിയ പിടിപാടാണല്ലോ. ഹൈക്കമാൻഡിന്റെ മെയിൻ കമാൻഡ് ആരാണെന്ന് അറിയാമോ? ആരാ സാർ? അതൊക്കെ വഴിയെ തെളിഞ്ഞോളും, വഴിയെ മനസ്സിലാക്കോ. ആണോ? എന്തായാലും ഹൈക്കമാൻഡിന് നിങ്ങൾ 3 പേരും പ്രിയപ്പെട്ടവരാണ്. അപ്പൊ ഈ ഹൈക്കമാൻഡ് എങ്ങനെയാണ് നിങ്ങൾ 3 പേരിൽ നിന്നും ആ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത്? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കസേരക്ക് വേണ്ടിയുള്ള ഒരു പിടിവലിയാണല്ലോ അവിടെ നടക്കുന്നത്. അതെ. അപ്പൊ ഹൈക്കമാൻഡില് ഇതിനെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ കാണിച്ചു തരാം. അതെ, അവിടെ നടന്ന സംഭവം എന്താണ് നിങ്ങൾ കാണിച്ചു തരാം. അതെ, മനസ്സിലായോ? ഇതാണ് ആ കസേര. റെഡി. അവിടെ നടന്ന സംഭവങ്ങൾ ഞങ്ങൾ കാണിച്ചു. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഇതാണ് ഹൈക്കമാൻഡ്. വഴി മുടക്കല്ലേ കുട്ടി, വഴി മുടക്കല്ലേ. ഇത് ജീവിത പ്രശ്നമാണ്. ഇതാണ് സത്യത്തിൽ അവിടെ നടന്നത്. ഈ ഒരു കസേരയ്ക്ക് വേണ്ടി 3 മൂടുണ്ടായിരുന്നു. ഈ 3 മൂടും അവിടെ ഉറക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവരൊരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഇത് കണ്ടിട്ട് ജനങ്ങൾ പറഞ്ഞത് ഈ 3 മൂടിനെ ഒഴിവാക്കിയിട്ട് 1 മൂട് കപ്പ പറിച്ചു വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആകെ മൂഡ് ഓഫ് ആണ് ഞങ്ങൾ. ഇതിലൊരു മൂഡ് പറഞ്ഞിട്ടില്ല. ഏത് മൂഡിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്. ഹലോ. പ്രഖ്യാപിച്ച ഓക്കെ. അതെ, ഒരു മിനിറ്റ് മാറി നിൽക്കണേ. ഞങ്ങൾ കാര്യം പറയും. അതെ, നമ്മുടെ ഫ്ലെക്സി യുദ്ധം അവസാനിപ്പിക്കാതെ നമ്മൾ ആരാണ് മുഖ്യമന്ത്രി എന്ന് അവർ പറയില്ല. ഹൈക്കമാൻഡ് ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. നമ്മൾ ഫ്ലെക്സി യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. പ്രിയമുള്ള എന്നെ സ്നേഹിക്കുന്ന എന്റെ അണികളെ, എനിക്ക് എന്റെ അണികളോട് പറയാനുള്ളത്, ഞാൻ മുഖ്യമന്ത്രി ആകണമെന്ന് നിങ്ങൾ കേരളം മുഴുവൻ വെച്ചിട്ടുള്ള എല്ലാ ഫ്ലെക്സുകളും ദയവ് ചെയ്ത് എല്ലായിടത്തു നിന്നും അത് മാത്രം അവിടെ വെച്ചുകൊണ്ട് ഇവിടെ 2 പേരുടെ ഫ്ലെക്സുകൾ കീറിക്കളയണമെന്ന്
എന്താണ് പറഞ്ഞത്? ഉള്ളിലുള്ളത് പുറത്തിയാടിയതാണ്ടാ. അല്ല അതെ അത് പറയാലോ. മനസ്സിലിരിപ്പ്. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പ്രശ്നങ്ങളുണ്ട്. അത്രേ ഉള്ളൂ. ഞാനാണ് മുഖ്യമന്ത്രി. സർ ബഹളം വെക്കല്ലേ. നിങ്ങളുടെ ജയിച്ച വനിതാ നേതാവ് വരുന്നുണ്ട്, മീനു കൃഷ്ണ മാം. ആണോ? എവിടെ? വരും മാം. നമസ്കാരം മാം. നമസ്കാരം. ആര് പിടിച്ചു? ഞാൻ പിടിച്ചില്ലല്ലോ സാർ. ഇവിടെയുള്ള ക്യാമറ മൊത്തം പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് പോക്കൃത്തരം കാണിച്ചു? പാർട്ടി പറഞ്ഞല്ലേ ഞാൻ ചുറ്റുള്ളൂ. പാർട്ടി എന്ത് പറഞ്ഞാ? പിടിച്ചടക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു? അത് സീറ്റാണ്. അത് സീറ്റല്ലേ? അത് നമ്മുടെ സീറ്റാണ്. നമുക്ക് വേണ്ടി ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നൊരു സീറ്റാണത്. പിടിച്ചടക്കണ്ടേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ എന്തായാലും 3 പേരും കൂടി മുഖ്യമന്ത്രി സീറ്റിന് വേണ്ടിട്ട് ഇടിപിടിക്കുക ചാകെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എനിക്ക് എന്തായാലും ഒരു വനിതാ സീറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പോവാണ്. വനിതാ മന്ത്രി സ്ഥാനം ഉറപ്പിച്ചിട്ട് പുള്ളി അങ്ങ് പോവുക. മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കില്ല. നിങ്ങളൊരു ടീമാണ്. ഞങ്ങളൊരു ടീമാണ്. ടീം സാർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് കാലാവസ്ഥ പ്രവചനം പ്രകാരം ഇനി കേരളം വരൾച്ചയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് മഴ ലഭിക്കാൻ പോകുന്നത്. സാറിന്റെ പാർട്ടി അതിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്താനുള്ള തീരുമാനമുണ്ടോ? പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ആദ്യം ഞങ്ങൾ വിശദമായിട്ടൊന്ന് പഠിക്കും. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ചർച്ച ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ഘടകകക്ഷികളുമായിട്ട് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യും. അതിനുശേഷം ഞങ്ങളുടെ ഒരു പ്രതിനിധിയെ ഇവിടെ നിന്ന് അങ്ങ് ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡിലേക്ക് വിടും. ഹൈക്കമാൻഡ് എന്തു പറയുന്നു അതിനനുസരിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കും. ഇപ്പൊ കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ സർ. കേരളത്തിലെ എല്ലാ ഇടങ്ങളും ഒറ്റപ്പെട്ട ഇടങ്ങളായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കും. അപ്പൊ പിന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമായിരുന്നു. കുറച്ചു നേരം ഞാൻ ഈ കസേരയിൽ നിന്നിരുന്നോട്ടെ. സാർ വന്നു. മുഖ്യമന്ത്രി വന്നു. പ്രഖ്യാപിച്ചോ? പ്രഖ്യാപിച്ചു. അയ്യോ, മിക്കവാറും ഞാൻ തന്നെ അവസാനം. ഇത്തിരി വെള്ളം കിട്ടോ? വെള്ളം ഉണ്ടാവുമോ? ഒരു മിനിറ്റ്. എത്ര ശതമാനം ഉറപ്പുണ്ട്? എനിക്ക് 100% ഉറപ്പാണ്. 40 വർഷമായി ഞാൻ ആ കുപ്പായം തയ്പ്പിച്ചോണ്ട് സീനിയോറിറ്റി. അതെ. സാറിന് എത്ര ശതമാനം ഉറപ്പുണ്ട്? എനിക്ക് എന്തായാലും എന്റെ ഇത് വെച്ച് നോക്കുമ്പോ ഒരു 100% ഉറപ്പിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എഴുന്നേക്കില്ല. സാർ എഴുന്നേക്കിന്റെ സമാധാനമായിട്ട് അവിടെ ഇരുന്നോളൂ. സാറിന് എത്ര ശതമാനം ഉറപ്പുണ്ട്? എനിക്ക് 150% ഉറപ്പുണ്ട്. 150%? ഹൈക്കമാൻഡ് എന്നെ കൈവിടില്ല. ഉറപ്പാണ്? എനിക്ക് 150% ഉറപ്പാണ്. അല്ല സാറ് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. എന്റെ പ്രഷറിന്റെ കൂടി പ്രഖ്യാപിച്ചോട്ടെ. എടുത്തു വെക്കാം. സാറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്റെ ഹൈക്കമാൻഡ് മുത്തപ്പ, അവസാനം നീ എന്നെ കൈവിട്ടില്ലല്ലോ. എന്താ സാർ കരയുന്നേ? സന്തോഷം. മേടിച്ചെടുത്തല്ലടാ. ഹൈക്കമാൻഡ് പിടിയണ്ടെന്നോണ്ട് നീ പിടിച്ചുരുട്ടി വലിച്ചു പെണ്ണും കൊണ്ട് പോയി. മുഖ്യമന്ത്രിയാന്ന് അറിഞ്ഞിട്ടും സാറിന് എന്താ ഒരു വല്ലായിക? അല്ല, മുഖ്യമന്ത്രിയാണെന്ന് പ്രഖ്യാപിച്ചപ്പോ വലിയൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ പെട്ടുപോയ എന്ന് എനിക്കൊരു തോന്നല്. അതെന്താ സാർ? പെട്ട് കാരണം ഞാനാണല്ലോ മുഖ്യമന്ത്രി. എന്റെ ഇടവും പോലും നിൽക്കണത് മുമ്പാരാണല്ലോ. കാണിക്ക് BC കാണിക്ക്. ഇത് മാത്രം പോരല്ലോ, ഇനി 6 മാസം കഴിയുമ്പോ വിജയിച്ച് കാണിക്കണമല്ലോ. ഒരു MLA ആയിട്ട് വന്നോല്ലോ നിയമസഭയിലേക്ക്. അത് ഞങ്ങള് തമ്മിൽ ചെറുതായിട്ടൊന്ന് നേരെ ചൊവ്വേ മര്യാദക്ക് ഭരിക്കാൻ ഇവന്മാര് സമ്മതിക്കുമെന്ന് തോന്നണ്ട. അത് മാത്രമല്ല, പ്രകടന പത്രികയില് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് കൊടുത്തേക്കണത്. ഇതൊക്കെ ഞാൻ എന്ന് എപ്പോ എവിടെ നടപ്പാക്കാനാണ് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും 5 വർഷം ഞങ്ങൾ തികച്ച് ഭരിച്ചിരിക്കും. കാരണം ഞങ്ങളെ ടീം KGF ആണ്. ടീം KGF. ഇപ്പോഴേ സ്പ്ലിറ്റ്.
യുദ്ധം തുടങ്ങാനുള്ള സമയമായി. അതെ. ഇനി നമ്മൾ ചിരിയുടെ പൂരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ആരാണ് ആദ്യം ഇറക്കുന്നത്? നമുക്ക് ഇറക്കാം. അവരിറക്കിയോട്ടെ, തെക്കുന്ന് തുടങ്ങിയാ മതി. തെക്കുന്ന് തുടങ്ങട്ടെ. തെക്കുന്ന് തുടങ്ങിയാ മതി. അറിയോ നമ്മൾ ഇന്നൊരു അവിടെ ഇരിക്കുന്ന എല്ലാം വടക്കോട്ടുള്ളവര്. ഞാൻ നടക്കാം. ഇതേ ഇവിടെ മദ്യമുണ്ട്. പിന്നെ അല്ല മദ്യ അവിടെ മദ്യയോട് ഇവിടെ അച്ചാറുണ്ട്. നമ്മുടെ യുദ്ധം തുടങ്ങാന്ന് വെച്ചാൽ ഈ അംഗൻവാടി ടീച്ചർമാരുടെ യുദ്ധം തുടങ്ങുക ജൂൺ തുടങ്ങുമ്പോഴാണ്. അപ്പോഴാണ് പ്രവേശനോത്സവം. അതുകൊണ്ട് ഇന്ന് ഇവര് വന്നുകൊണ്ട് ഇവിടെ പ്രവേശനോത്സവം നടക്കാൻ പോവാണ്. അപ്പൊ പ്രവേശനോത്സവം നടക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ആരെയാന്നറിയോ? പ്രവേശിപ്പിക്കാൻ പോകുന്നത് ആരൊക്കെയാണെന്നറിയോ? ഇല്ല, ആരാ? ശ്യാം, മീനാക്ഷി, ശ്രീരാജ്. എങ്കിൽ ബാറ്ററി ഓൺ ആക്കിക്കോട്ടെ. അയ്യോ ബാറ്ററി ചേച്ചി ബാറ്ററി ഓൺ. ടീം വരട്ടെ, പെർഫോമൻസ് കാണാം. ഹലോ, അതെ പ്രിൻസിപ്പാളാണ്. നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. പ്രവേശനോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അലങ്കാരവും ഒക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി കുറച്ച് മൈൻറ്റൻസ് പണിയേ ഉള്ളൂ. അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ വരും. ഓക്കെ, ശരി എന്നാ. ടീച്ചറേ, നീ എന്താ വരാൻ താമസിച്ചത്? എന്റെ അച്ഛനും അമ്മയ്ക്കും 10 വർഷത്തിന് ശേഷം ഞാൻ ജനിച്ചത്. അതാണ് ഞാൻ വരാൻ താമസിച്ചത്. നീ വരാൻ താമസിച്ച കാര്യമല്ല ചോദിച്ചത്. ഇവിടെ പണിക്ക് വരാൻ താമസിച്ച എന്താണോ ചോദിച്ചത്? അത് നമുക്ക് ഈ കോടീശ്വരന്റെ ലൈഫിന്റെ വീടിന്റെ പണി ഉണ്ടായിരുന്നേ. അത് ഈ പാവകൾക്കല്ലേ ലൈഫിന്റെ വീടൊക്കെ കൊടുക്കുന്നത്? കോടീശ്വരന്മാർക്കും കൊടുക്കുവോ? അത് അയാളെ പേരാണ് കോടീശ്വരൻ. അയാളെ ചേട്ടന്റെ പേര് ജഗദീശ്വരൻ, അച്ഛന്റെ പേര് സർവേശ്വരൻ. അല്ല എത്ര കുട്ടികളുണ്ട്? എന്നെ കണ്ടാ എത്ര തോന്നും? എത്ര പറഞ്ഞാ ഇഷ്ടപ്പെടും? നീ പറ. അയ്യാ, നിങ്ങൾ കാര്യമല്ലേ ചോദിച്ചത്. ഈ സ്കൂളിൽ മൊത്തം എത്ര കുട്ടികളുണ്ട്? 300. 300 ഉണ്ടല്ലേ? അപ്പൊ ഈ സാധനങ്ങളൊക്കെ വേണം. എടാ, നിന്റെ കൂടെ പണിയാൻ വരുന്ന തമ്പി എവിടെ? തമ്പിയാ? തമ്പി അണ്ണൻ എന്നെ സ്വന്തം കണ്ട്രാക്ക്. തമ്പി അണ്ണാന്നേ വിളിക്കാവൂ. ഞാൻ എന്തിനാ അണ്ണാന്നൊക്കെ വിളിക്കുന്നത്? എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളാ. പ്രിൻസിപ്പൾ ആയാലും ജില്ലാ കളക്ടർ ആയാലും തമ്പി അണ്ണാന്നേ വിളിക്കാവൂ. പെറ്റ അമ്മ വരെ മോനെ തമ്പി അണ്ണ എന്നാണ് വിളിക്കുന്നത്. അറിയാമോ? അത്രയ്ക്ക് ബഹുമാനമാണ്. എനിക്ക് അയാളെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, അപ്പൊ തമ്പി അണ്ണനെ കുറിച്ച് അറിഞ്ഞൂടല്ലേ? ഇല്ല. അങ്ങനെ പറ. ഓ, അപ്പൊ തമ്പിയണ്ണനെ കുറിച്ച് അറിയില്ല അല്ലേ? ഇല്ല. അങ്ങനെ പറ. ഞാൻ പറഞ്ഞ പോലെ പറയാനല്ല പറഞ്ഞത്. തമ്പി എന്ന് പറഞ്ഞ വ്യക്തി എവിടെ തൊട്ടാലും പൊന്നാണ്. ഐശ്വര്യം മാത്രമേ ഉണ്ടാവൂ. ചുമ്മാ സംശയം ഉണ്ടോ? ഈ ഇടയ്ക്ക് അമൃത TV കോമഡി മാസ്റ്റേഴ്സിൽ പോയി ഒരു സ്കിറ്റിൽ അങ്ങ് തൊട്ട് പൊന്നായി. എന്നിട്ട് ഞാൻ ആ സ്കിറ്റ് കണ്ടില്ലല്ലോ. എങ്ങനെ ടെലികാസ്റ്റ് ചെയ്യും? സ്വർണ്ണമില്ല, ഈടി പൊക്കും. അതുകൊണ്ട് അനൂപ് സാറും ടീമും കൂടെ ഇത് സ്വർണ്ണക്കടയ്ക്ക് അങ്ങ് മറിച്ചടിച്ചു. ആർക്കാണ് പൈസക്ക് ആവശ്യമില്ലാത്തത്? ഇതാണ് ഞാൻ പറഞ്ഞത്. തമ്പിയണ്ണൻ ഏത് മേഖലയിൽ കൈവച്ചാലും അവിടെ പൊന്നാണ്. തമ്പിയണ്ണ, ഇതെന്താ ആദ്യം സ്റ്റില്ലടിച്ചിരിക്കുന്നത്? പിന്നെ എൻട്രി മ്യൂസിക് വരും, ക്ലൈമാക്സ് മ്യൂസിക് വരും. ഞാനെന്തോ ചെയ്യും? പീറ്റർ അണ്ണ, എൻട്രി മ്യൂസിക് അണ്ണ. പേരെന്താ? പീറ്റർ. ഒരു മീറ്ററും ഇല്ലല്ലോ. പ്ലീസ്, പ്രിയപ്പെട്ട എഡിറ്റേഴ്സ്, ഈ തമ്പിയണ്ണം ചമ്പുന്ന സീൻ ഒന്ന് കട്ട് ചെയ്ത് വരണം പ്ലീസ്. എൻട്രി മ്യൂസിക്. ഇല്ല. ഒരു ഫോട്ടോ എടുത്ത് എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലിട്. എന്തിനാ? ചില നാറികൾ പറയുന്നു തമ്പിയണ്ണ ഇന്ന് വരെ സ്കൂളിന്റെ പടി ഔട്ടിട്ടില്ല. തമ്പിയണ്ണ, മക്കളെ നന്നായി. അതാരാ? ഇത് പ്രിൻസിപ്പലാണ്. അനുഗ്രഹം ഒന്ന് മേടിക്കൂ. എനിക്കങ്ങനെ പറഞ്ഞ കാലം പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആരായാലും എന്റെ അനുഗ്രഹം വയ്ക്കണം. നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. നിങ്ങൾ പുറത്തിറങ്ങി തിരക്കി നോക്കൂ. തമ്പിയണ്ണന് വേറൊരു പേരുണ്ട്, പറഞ്ഞു കൊടുമോനെ. ഒരങ്ങാൻ തമ്പി. സത്യമായിട്ട് ഞാൻ ഒറാങ്കുട്ടൻ ഞാൻ പറയൂല. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കാതെ വന്ന കാര്യം നോക്ക്, പണി ചെയ്യാൻ നോക്ക്. അതെ, എന്നോട് ആജ്ഞാപിക്കരുത്. അപേക്ഷിക്കൂ. തമ്പിയണ്ണ ഈ പണിയല്ല, മറ്റേ പണിയും അറിയാം. അല്ല, മറ്റേ അതായത് അണ്ണം തൊട്ടാ പൊന്നാവുന്ന പണി. നമ്മളെ ബോണക്കാട്ടിലെ പണി. അത് ഇപ്പം പറഞ്ഞ കറക്റ്റ്. തമ്പിയണ്ണം തൊട്ടാ അത് പൊന്ന. സത്യം പറഞ്ഞ ഞാൻ കീരിക്കാട് പണിക്ക് പോയപ്പോ. കീരിക്കാടാ? ബോണക്കാട്. ഓ സോറി. ഞാൻ അന്ന് ബോണക്കാട് പോകുന്ന വഴിക്കുണ്ടല്ലോ, ഒരു കാറിലെ ബോണക്കാട് പണിക്ക് പോയത്. അണ്ണം തൊട്ട കാറാണ് പൊന്നായത്. ഇല്ല മോനെ, ഗ്ലൗസ് ഇട്ടത്. തമ്പിയണ്ണ എവിടെ പോയാലും ഗ്ലൗസ് ആയിരുന്നു കേട്ടോ. ആ ഗ്ലൗസ് ഇട്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്കുണ്ടല്ലോ, രാത്രിയായി. ഒരു പെണ്ണ് നടന്നു വരുന്നത്. എനിക്ക് സംശയം, ഒരു പെണ്ണ് നടന്നു. രക്ഷയാണോ പെണ്ണാണോ? രക്ഷയാണോ പെണ്ണാണോ? ഞാൻ ചെന്ന് തൊട്ട്. പെണ്ണ് പൊന്നായ? ഇല്ല, 6 പിള്ളേരായി.
അതാണ് എന്റെ ഭാര്യ നിന്റെ ഏട്ടത്തിയമ്മ സുലോചന. എത്ര മക്കളെന്ന് പറഞ്ഞത്? 6 മക്കള്. കമ്പി എണ്ണ അല്ല, കമ്പി സിമന്റ് മണ്ണെണ്ണാന്ന് ഇറക്കി കേട്ടോ അത്. അതെ, ഇപ്പൊ ഈ ഗ്ലൗസ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഈ ഗ്ലൗസോ? അത് വേറൊന്നുമല്ല, ഈ തമ്പിയണ്ണൻ ഈ ഗ്ലൗസ് ഇപ്പൊ ഇടാറുണ്ട്. അതായത് ഞാൻ എന്ത് തൊട്ടാലും അത് പൊന്നാ. ഇത് ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച നീ അറിയോളൂ അത്? കഴിഞ്ഞ ആഴ്ച അണ്ണൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോ ഉണ്ടല്ലോ ഒരു അണ്ണാച്ചി ചൊക്കലിംഗം, അവനായിട്ട് 1-2 പറയും ഭയങ്കര അടി. അവൻ എന്റെ കഴുത്തിൽ കയറി കുത്തി പിടിച്ച്, ഞാൻ അവന്റെ മർമ്മത്ത് കയറി പിടിച്ച്. എന്നിട്ട് ചൊക്കലിംഗത്തിന്റെ പേര് മാറ്റി, പേരെന്തോന്ന്? സ്വർണ്ണലിംഗം. അതെ, ആ സ്വർണ്ണലിംഗം അവിടെ നിൽക്കട്ടെ. ഇവിടെ ആദ്യം നടന്ന ഒരു പാചകപ്പരയാ. വാസുവിനോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാസുവല്ല കർണാനം വന്നാലും കുഴപ്പമില്ല, നിനക്ക് തന്നെ അറിയത്തില്ല. മക്കളെ പറഞ്ഞു വിടണം അണ്ണനെ പറ്റി. തമ്പിയണ്ണനെ പറ്റി അറിഞ്ഞോളല്ലേ? 10 തലയാ തനി രാവണൻ. എന്നിട്ട് 9 തല എവിടെ? 9 തലയ്ക്കുള്ള ലേപ്പൽ മൈക്കില്ല, അവരെല്ലാം പുറത്ത് നമ്മൾ മാത്രം കയറി. മിസ്റ്റർ, ഞാൻ കാര്യം പറയാം. വാസ്തുവിനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. ഇതാണ് ഈശാകോൺ, അത് അഗ്നികോൺ, അപ്പൊ ആ കിടക്കുന്നത് പോപ്കോൺ. അതാരാണ് അവിടെ കൊണ്ടിട്ടത്? എന്തെങ്കിലും അനിഷ്ടം ഉണ്ടോ? അനിഷ്ടമല്ല, എനിക്ക് ഈ പോപ്കോണെ കൊതിയിരുന്നു. വായിക്കൂടെ വെള്ളം എടുത്ത് മാറ്റി മാറ്റി. അല്ല അത് പറയുന്നില്ല, അത് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴേ തെക്കുള്ളപ്പ വടക്ക് പോ, വടക്കുള്ളപ്പ തെക്ക് പോ, തെക്കും വടക്കുള്ളപ്പ എങ്ങോട്ടെങ്കിലും പോ. ഗംഗേച്ചാ, യമുനേച്ചാ, ഗോദാവരി. ഞാനും ദേവരാജൻ മാഷും ഒരുപാട് റൂട്ട് മാറി. തമ്പിയണ്ണ സംസ്കൃതം പറഞ്ഞ കേട്ടാ, ഇതിന്റെ അർത്ഥം ഇപ്പൊ പറഞ്ഞു തരും. ഒരുവിധം പറഞ്ഞൊപ്പിച്ച കാര്യം ഇരിക്കുക. അതെ, നിങ്ങൾ എനിക്കൊരു ഉപകാരം കൂടെ ചെയ്തു തരണം. എനിക്കൊരു കാർപ്പൻറ്ററെ നിങ്ങൾ സെറ്റ് ആക്കി തരണം. ഇത് കൊണ്ട് ഇതെല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ തമാശ കളിക്കാണ്. ഭാഗ്യം തമ്പിയണ്ണ കേക്കണ്ട. ഓനെ കേട്ട് തമ്പിയണ്ണം കേട്ട് ചമ്മി. ആരാണെന്ന് അറിയാമോ? ഇത് പെരുന്തച്ഛന്റെ ഫാമിലിയുള്ള ആളാണ്. ബാക്കി ഞാൻ ഫില്ല് ചെയ്യാം. അതായത് എന്റെ മുത്തച്ഛന്റെ മുത്തച്ഛന്റെ മുത്തച്ഛൻ പെരുന്തച്ഛന്റെ കൂടെ ജോലി ചെയ്തതാ, മനസ്സിലായേ? അത് യഥാർത്ഥത്തിൽ ഈ പെരുന്തച്ഛൻ ചീകമുള്ള ആളാ. പുള്ളി ഉളിയിട്ട് കൊല്ലാൻ നോക്കിയത് പുള്ളിയുടെ മോൻ കണ്ണനെ അല്ല, പിന്നെ എന്റെ മുത്തച്ഛനെയാണ്. അത് ചെറിയൊരു ഈഗോയാ. കാരണം എന്താ അറിയാം, എന്റെ മുത്തച്ഛൻ ഒരു 4-4 ചായയും മുട്ടബജിയും കഴിക്കാൻ പോയ സമയം. തമ്പിയണ്ണ അന്ന് മുട്ടബജിയൊക്കെ ഉണ്ടോ? അന്ന് കോഴിയുണ്ടോ? എന്നാ പിന്നെ മുട്ടബജിയുണ്ട്. അക്കാര്യത്തിൽ നീ കൂടുതൽ ഇടപെടോ, നിന്റെ കാര്യം നോക്കിയാൽ സംഭവം പറഞ്ഞല്ലേ. ഈ പെരുന്തച്ഛൻ ഇങ്ങനെ സെൻട്രൽ മുടി വെച്ചില്ലായിരുന്നോ, ഫ്രീക്കായിട്ട് നടന്നില്ലായിരുന്നോ? ഇത് കണ്ടപ്പോൾ എന്റെ മുത്തച്ഛന് ചെറിയൊരു ആഗ്രഹം അങ്ങനെ നടക്കാൻ വേണ്ടി. എന്റെ മുത്തച്ഛന് മുടി മൊത്തം വടിച്ചു കളഞ്ഞ് സെൻട്രൽ മുടി വെച്ച്, ഇത് പുള്ളിക്ക് ഈഗോ അടിച്ച്. അങ്ങനെയാണ് പുള്ളി ഉള്ളിയിടാൻ നോക്കിയത്. അന്ന് മുതൽ ഞങ്ങളെ കുടുംബത്തിലെ ആണുങ്ങൾ ഒരു കാര്യം തീരുമാനിച്ച്, ഞങ്ങളെ കുടുംബത്തിലാരും ഉച്ചിയിൽ മുടി വളർത്തത്തില്ല. ഞങ്ങളെ കുടുംബത്തിലെ ആണുങ്ങളാരും ഉച്ചിയിൽ മുടി വളർത്തത്തില്ല. എന്നാലും കഷണ്ടിയാണെന്ന് പറയരുത്. അതെ, ഈ പെരുന്തച്ഛന്റെ ഫാമിലിയിലുള്ളതാന്ന് പറഞ്ഞത് കൊണ്ട് ചോദിക്കുവാണേ. പെരുന്തച്ഛൻ ഈ മരങ്ങൾ കണ്ട ആണാണോ പെണ്ണാണോ എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു കഴിവുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ കഴിവൊക്കെ ഉണ്ടോ? ഓ പിന്നെ, ഫോറസ്റ്റുകാരും ഞാനും ഈ മരങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഫോറസ്റ്റിന്റെ ഓഫീസിൽ 14 ദിവസം അഹോരാത്രം ഉറക്കമില്ലാതെ ചർച്ചയായിരുന്നു. എന്നാലും കാട്ടിക്കറി കള്ളത്തടി മോടിച്ചോണ്ട് 14 ദിവസം റിമാൻഡ് ആക്കിയെന്ന് പറയരുത്. തമ്പിയണ്ണ ഫ്രെയിം ഔട്ടാവും, അകത്തേറ്. അങ്ങനെയാണെങ്കിൽ ഈ തടി ആണാണോ പെണ്ണാണോ എന്ന് പറയാവോ? ഈ തടി, ആ തടി ഗർഭിണിയാ. എന്നാലേ അതിന്റെ വയറ്റിൽ കിടക്കുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? ആഹാ, ഒരു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോന്ന് അത് സ്കൂളിലെ പ്രധാന അധ്യാപിക. ലിംഗനിർണയം. ഞാൻ കേസ് ഞാൻ ഇപ്പൊ നോക്കിയോ, വിളിക്കട്ടെ. സുപ്രീം കോടതി ഇത് പ്രകാരം ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്ത കൊടും ക്രിമിനൽ കുറ്റം. ഞാൻ വിളിച്ചു, ഹലോ അമൃത ന്യൂസ് ആണോ? ഹലോ, അതെ. പിന്നെ സാറേ, ഇവിടുത്തെ സ്കൂളിലെ പേരെന്തോ, സ്കൂളിന്റെ പേരെന്തോ, പ്രധാന അധ്യാപിക ഉണ്ടല്ലോ. ഞാൻ നിങ്ങളോട് അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടേ ഇല്ല. ഇങ്ങോട്ട് വന്നേ. ഇതെവിടെ കൊണ്ടുപോണു? ഗർഭിണിയല്ലേ, ആ മൂലയിലോട്ട് മാറി കിടന്ന് പ്രസവിക്കട്ടെ. ഇതെവിടെ പോന്നു? എന്നാ ഒരു 1 കിലോ ഓറഞ്ച്, ഒരു ബേബി സെറ്റ് മേടിച്ചിട്ട് ഒരു സ്നേഹി കൂടെ വാങ്ങിച്ചോണ്ടോ? മിക്കാറും നീ ഫ്ലോറിൽ കിടന്ന് മുള്ളു നീ. അതെ, നിങ്ങൾക്ക് ഇത്രയും വലിയ കഴിവൊക്കെ ഉണ്ട്, ഈ ചെറുക്കനെ ഒന്ന് രക്ഷപ്പെടുത്താമല്ലേ? ആരിവനെ? ഇവനെ ഞാൻ ഗൾഫിൽ എന്റെ പൈസ കൊടുത്തും പറഞ്ഞവനെ അറിയാവോ? ഞാൻ ഗൾഫിൽ ചെന്ന് അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്ക് ഇട്ടപ്പം താഴെ തമ്പിയുടെ ഒരു കമന്റ്, അടിച്ചു കയറി വാടാ മോനെ എന്ന്. ഈ മോൻ ബാറി കയറി അടിച്ചിട്ട് വിസയും ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നു. ഞാൻ മാത്രമല്ല, തമ്പിയുടെ ഒരുപാട് ശിഷ്യന്മാർ ഇങ്ങനെയാണ്.
വേറൊരുത്തുണ്ടേ അവൻ വീട് വെച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടു. അതിന്റെ താഴെ തമ്പിയണ്ണ ഒരു കമന്റ്, അടിച്ചു പൊളിക്കടാ മോനെന്ന്. ആ വീടും അടിച്ചു പൊളിച്ച് ആ കേസ് ഇപ്പോഴും ഞാനാ നടത്തുന്നത്. ഈ 2 മോമാനെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് ഈ കഴിവൊക്കെ എങ്ങനെ കിട്ടിയതാ? ഈ കഴിവ് കിട്ടിയത് മിന്നലടിച്ച്. സത്യം 5ാമത്തെ നിലയിലെ ടോപ്പിൽ നിന്ന് പണിയുമ്പോണ്ടല്ലോ ഒരു മിന്നലടിച്ച്. അതിനുശേഷം തമ്പിയണ്ണൻ എവിടെ ഇരുന്ന് എന്ത് പറയാനും കിട്ടുക. കൈ നിന്നിട്ട് ചോറ് തരാൻ പറയുമ്പോൾ ചോറ് കൊണ്ടുവരും, ഫ്രൂട്ട്സ് പറയുമ്പോൾ ഫ്രൂട്ട്സ് വരും, ജ്യൂസ് വരും, പാല് വരും. എന്തിന് ഗുളിക പോലും എന്റെ കൈവെള്ളെ കൊണ്ടുവരും. അങ്ങനെയൊക്കെ കിട്ടുവോ? പിന്നെ മിന്നലടിച്ച് ഐസിൽ ചാവം കിടക്കുമ്പോ ഇതൊക്കെ കിട്ടത്തില്ല. എനിക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിശ്വസിച്ചേ പറ്റൂ. തമ്പിയണ്ണ പറഞ്ഞു കേട്ടാ, അണ്ണം തൊട്ടാ പൊന്നാവോന്നുള്ള കാര്യം അവർക്ക് ഇതുവരെയും വിശ്വാസമായിട്ടില്ല. ഒന്ന് തൊട്ട് കാണിച്ചു ഉടനെ. വേണ്ടറിയാം, പ്രവേശനോത്സവം നടക്കുക സ്കൂളിൽ, പിന്നെ പ്രധാന അതിഥിയെ കാണത്തില്ല, പിള്ളേർ വരും ചമ്മിപ്പോ. അണ്ണ അവരില്ലെങ്കിൽ സ്കൂൾ ഓർക്കും. എനിക്ക് വേണ്ടത് അണ്ണന്റെ നിലനിൽപ്പാണ്. പോയി തൊട്ട് കാണിക്കണം അങ്ങോട്ട്. പക്ഷെ എന്നാലും തമ്പിയണ്ണ അണ്ണല്ലേ പറഞ്ഞത് അണ്ണം തൊട്ട എല്ലാം പൊന്നാവോന്ന്. എന്നിട്ട് ടീച്ചർ പൊന്നായില്ലല്ലേ. നീ എന്റെ തലക്കിട്ട് നോക്ക്. ഹായ് പൊന്നീച്ച. അതാ പറയുന്നത്, തമ്പിയണ്ണനെ ആര് തൊട്ടാലും അത് പൊന്നീച്ച. പറയൂ പറയൂ പറയൂ. ഇല്ല ആരും പറയണ, എനിക്ക് തന്നെ പറയണേ. തെക്കേക്കരക്കാർ എന്ത് അവതരിപ്പിച്ചാലും ഇങ്ങനെ ഹിറ്റാണല്ലോ, ഗോൾഡ് ആണല്ലോ, പൊന്നാണല്ലോ. കഷ്ടപ്പെട്ട് കിറ്റ് എഴുതി കാണാതെ പഠിച്ച് വന്നിട്ട് പറയില്ലേ ഞങ്ങൾ എന്താ അവതരിപ്പിച്ചാണ്. അവര് കഷ്ടപ്പെട്ടോണ്ട് നീ ഇവിടെ ഞെളിഞ്ഞിരിക്കുന്നു. അവര് കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഞെളിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ഒരു ഭാഗ്യം കൂടെ അതിലുണ്ട്. നിങ്ങൾ എന്ത് അവതരിപ്പിച്ചാലും ഫ്ലോപ്പ് അല്ലേ. ഞങ്ങളെ ഇറക്കിയിട്ടില്ല, ഇറക്കാൻ പോകുന്നു. ഇറക്കല്ലേ. തമ്പിയണ്ണ എന്റെ ആളായിരുന്നു, ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. അത് വാടകയ്ക്കാണ്. മരുമാവൻ വരും, നാട്ടുകാർ വരും. അതൊരു കഷ്ടമാണ്. തന്നതല്ല, ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. വന്നതാണ്. വിളിച്ചപ്പോ വന്നു. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെ ഹോൾഡ് ഉള്ളവരിങ്ങനെ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. അവരെ സഹായിക്കാറ് നമ്മൾ സഹായിക്കുന്ന ഒരു കൈ അറിയരുത്. ഇതില് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഫ്ലോറില് കുറെ ക്യാരക്ടേഴ്സ് സ്കിറ്റിൽ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഫ്ലോറിൽ വന്നതിൽ ചിലപ്പോ ഒരു മികച്ച ഒരു 5 ക്യാരക്ടേഴ്സ് എടുത്താൽ അതില് ഒന്ന് നമ്മുടെ തമ്പിയാണ്. ഒരു തവണ പറഞ്ഞ ഓർമ്മയുണ്ടോ, മറ്റേ സ്വീറ്റ് ശബ്ദത്തിന്റെ ഉടമയായിട്ട് ഒരാൾ കേറി ഓർമ്മയുണ്ടോ? ഞാനിപ്പോ ആലോചിച്ചെന്നറിയോ, തമ്പിയാണിൽ നിന്നും ദാസേട്ടനിലേക്കുള്ള അന്തരം വളരെ കുറവായിരുന്നു. വേറെ എന്താന്നറിയോ, ഈ തൊട്ട പൊന്നാവുന്ന തമ്പിച്ചേട്ടൻ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുക. നല്ലൊരു ക്യാരക്ടർ ശ്രീരാജ്. എനിക്ക് ഇപ്പോ നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു. എന്താ അറിയോ, ആദ്യം വന്നപ്പോ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എക്സ്പോഷർ ഇല്ലായ്മയായിരുന്നു. അത് ഈ വേദി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇന്ന് ഒരു ഭയങ്കര ഒരു ക്ലാരിറ്റി മാത്രമല്ല, ഒരു ഫ്ലോ ആയിട്ടാണ് ശ്രീരാജ് ഇവിടെ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. അത് ഭയങ്കര എനിക്ക് ഇന്ന് അതാണ് ആ ഒരു ഫീൽ വന്നത്. ചേച്ചി പിന്നെ പറയേ വേണ്ട. സൂപ്പർ. അല്ല ചേച്ചി കറിയിലെ ഉപ്പാണ്, അത്രേ ഉള്ളൂ. കൂടിയാലും പ്രശ്നമാണെന്നാണോ ഉദ്ദേശിച്ചത്? ഈ ഗ്രൂമേഴ്സിന് ഒരു വലിയൊരു കയ്യടി. ബിക്കോസ് ഈ ഷോന് ഇത്ര വർഷമായിട്ട് ഓടിക്കുക, ഓരോ സ്കിറ്റിലും ഒരു പുതുമ കൊണ്ടുവരിക, ഒരു ക്യാരക്ടറിന് ഒരു വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു എക്സ്പോഷർ, ഒരു പേര്. ഇപ്പോൾ ഇവിടെ ഓരോ ക്യാരക്ടേഴ്സ് നമ്മളുടെ ഓഡിയൻസിന് ഇങ്ങനെ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സൂപ്പർ, അടിപൊളി. എല്ലാം നല്ല പോസിറ്റീവ് വൈബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ടീച്ചേഴ്സ്? നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അടിപൊളി. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഓക്കെ ആണ്. നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ അല്ലേ? ഇനി ബാറ്ററി, അവിടെയാണ് കാര്യങ്ങൾ മൊത്തം. അതാണ് നമ്മളിവിടെ എത്ര ചിരിച്ചാലും ആ കൗണ്ടറിനനുസരിച്ചിട്ടുള്ള ചിരി കിട്ടിയിട്ടുണ്ടോ, അത് ബാറ്ററി വരെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കിനി സത്യം. ബാറ്ററി പൊട്ടിത്തെറിക്കണേ. നോക്കാം. എന്തായാലും തിരിഞ്ഞു നോക്കിക്കോളൂ, ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ഒരു താങ്ക്സ് തരാം. ഞങ്ങളായിരുന്നു ചിരിപ്പിച്ചത്. കണ്ടുപിടിക്ക്. അടുത്ത് തുറക്കട്ടെ. ശ്യാമണ്ണ, പൈസ കിട്ടണമെങ്കിൽ ആ പ്രാർത്ഥന കേൾക്കണം. തെക്കുള്ളപ്പ വടക്കുപ, വടക്കുള്ളപ്പ തെക്ക് പോ, തെക്കും വടക്കുള്ളപ്പ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും. അടിപൊളി. അങ്ങനെ ഈ സ്കിറ്റും
പൊന്നായിരിക്കുകയാണ്. അതെ, ആ പൊന്നിൻ വിലയുള്ള 50,000 രൂപ ചേച്ചി ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവോ? കൊടുക്കുന്നു. നോക്കടാ, തൂക്കി കറുത്ത കരങ്ങളോട്. correct ആ, ആ പാട്ട് പാടിക്കോ. ഇതാ ക്രെഡിറ്റ് ആയി. അപ്പൊ ഫുൾ സന്തോഷാണ്. കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ആവേശത്തിൽ അടുത്ത സ്കിറ്റ് ഞങ്ങളുടെ ടീം ഇറക്കും. പറയടാ, വടക്കേക്കരക്കാരിറക്കും. ആ വേറെ ലെവല്. നിങ്ങള് പേടിക്കണ്ട, ഞെട്ടാൻ തയ്യാറായിക്കോളൂ. വടക്കേക്കാരക്കാർ ശ്രദ്ധിക്കൂ കാര്യങ്ങൾ. അതായത് അടുത്ത ഈ ഫ്ലോറിലേക്ക് നമ്മള് കോമഡി മാസ്റ്റേഴ്സിന്റെ ആറ്റം ബോംബിനെ കൊണ്ടുവരാൻ പോവാണ്. കുരുന്നുകള് ആറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്, പക്ഷെ അപാര സ്ഫോടന ശേഷിയാണ്. പക്ഷെ ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ സ്ഥിരം ആറ്റം ബോംബിന്റെ കൂടെ വേറൊരു ആറ്റം ബോംബും കൂടെ ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്. പറഞ്ഞോളൂ. തനൈ ബോംബ് ആൻഡ് തൻവിക ബോംബ്. തെക്കേക്കരക്കാര് പല പൊട്ടിത്തെറികളും കാണാൻ തയ്യാറായി നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ പൊട്ടിത്തെറി കാണാൻ തയ്യാറാണ്. നിങ്ങളുടെ പൊട്ടിത്തകർച്ച കാണാൻ ഞങ്ങളുടെ തയ്യാറാണ്. ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ വേണ്ടിയില്ലേ? നിങ്ങൾ പറയുമ്പോ നമുക്ക് ഉണ്ടാവും. ഷോ നടക്കുക. പൊട്ടിത്തെറി അല്ല ഇവിടെ നടക്കാൻ പോകുന്നത്, പൊട്ടിച്ചിരിയാണ് നടക്കാൻ പോകുന്നത്. പ്രേക്ഷകരെ, തൻവികയും തനയുമാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. പൊട്ടിക്കാൻ ബാറ്ററി ഓൺ ആക്കിക്കോ ചേച്ചി. ഓണാണ്. പൊട്ടിച്ചിരിക്കൂ, എല്ലാരും പൊട്ടിച്ചിരിക്കൂ. ചക്കയുടെ ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി, കുടക്കരയിലെ കവടിയാവുമ്പ കണ്ണിന് ഞാനൊരു കല്യാണി, കണ്ണിന് ഞാനൊരു കല്യാണി. എന്റെ പൊന്നു ശ്വേത ചേച്ചി, ഇന്നെനിക്ക് സന്തോഷമുള്ള ദിവസം. 5 വർഷത്തിന് ശേഷം എന്റെ മോനെ കാണുന്നത്. നിങ്ങൾ വിചാരിക്കാൻ ഗൾഫിലാണെന്ന, പക്ഷെ അല്ല. 5 വർഷത്തിന് ശേഷം അവന്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഒന്ന് കംപ്ലൈന്റ് ആയി. അതുകൊണ്ട് അവൻ എന്നെ കണ്ടത്. അമ്മ, ഞാൻ പുതിയ ഫോൺ മേടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, എന്തായി? പുതിയ ഫോൺ വാങ്ങിച്ചു തരിക. അടുത്ത 5 വർഷം എന്നെ കാണാതിരിക്കാൻ. ഇപ്പോഴത്തെ ജനറേഷനെ അച്ഛനെ അമ്മനും കാണാതിരിക്കാം, പക്ഷെ ഫോൺ കാണാതിരിക്കാൻ പറ്റില്ല. ഇത് എന്ത് വേഷാണത്? ഇത് നിസ്സാര വേഷല്ല, ഇത് ജെൻസിയുടെ വേഷ. മര്യാദക്ക് നീ ഡ്രസ് അയച്ചാ ജെൻസി കൊണ്ടു കൊടുക്കുക. അവരുടെ ഡ്രസ് ഒന്നും നിനക്ക് വേണ്ട. നീ പോയി നിന്റെ പാന്റ് ഷർട്ട് ഇട്ടുവാ. ഓ അമ്മ, ജെൻസി പെണ്ണല്ല, ഇപ്പോഴത്തെ ജനറേഷന്റെ പേരാ ജെന്നിസട്ട്. നിന്റെ ജെന്നിസട്ട് ഞാനിപ്പോ അടിച്ചിളക്കും. നിനക്ക് വേണ്ടിയല്ലേ നിന്റെ അച്ഛൻ ആ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആ, അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ വല്ലപ്പോഴും എന്നെ കാണാൻ വേണ്ടി നാട്ടിലോട്ട് വരണം. കഴിഞ്ഞ മാസം ലീവിന് വന്ന് 10 ദിവസം ഇവിടെ നിന്നിട്ട് പോയ മനുഷ്യനാ. അതുപോലും ഇവൻ കണ്ടിട്ടില്ല. അപ്പൊ അച്ഛൻ വരില്ല, വന്നിട്ട് പോയി. അല്ല, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നല്ലോ, അവളെന്തേ? അവളെയൊക്കെ കെട്ടിച്ചു വിട്ടു. അതൊന്നും നീ അറിഞ്ഞില്ലേ? നിനക്കിതൊന്നും അറിയണ്ടല്ലോ. നിങ്ങൾക്കറിയോ, ഞാൻ എപ്പോ ഇവന്റെ അടുത്ത് ചെന്ന് നിന്നാലും അവൻ മറ്റുള്ളവർക്ക് വോയിസ് അയക്കും, ഡിർ ഡിർ എന്നും പറഞ്ഞ്. എന്തുവാടാ ഈ ഡിർ? ഓ, അത് ഡിർ അല്ല, DIR, ഡേഞ്ചറിങ് റൂം. അതെന്തുവാടാ? അമ്മയല്ലേ ഇവിടത്തെ ഡേഞ്ചർ. ഓ, അല്ലേലും ഇപ്പത്തെ പിള്ളേർക്ക് അച്ഛനും അമ്മനും ഒരു വിലയുമില്ല. കഴിഞ്ഞ പറഞ്ഞാണല്ലേ നിനക്ക് അച്ഛൻ നല്ലൊരു സ്മാർട്ട് വാച്ച് അയച്ചു തന്നത്. ആ തന്നിരുന്നു. എന്നിട്ട് നീ അച്ഛനെ ഒന്ന് വിളിക്കോ വോയിസ് അയക്കോ ചെയ്തോ? അവൻ അയച്ചിരിക്കാം. കറുത്ത 2 രൂപങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന എന്തോ ഒരു സാധനം. ഓ മൈ ഗോഡ് മോം, ദാറ്റ് ഈസ് നോട്ട് കറുത്ത രൂപങ്ങൾ, അതാണ് ഹഗ്ഗിമോജി. ഒരു പരിഷ്കാരി. എടാ, നിന്റെ ഏതെങ്കിലും ഒരു നല്ല ഫോട്ടോ ഈ വീട്ടിലുണ്ടോ? ഏത് ഫോട്ടോ എടുത്തു നോക്കിയാലും അവരിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. മോം, ദാറ്റ് ഈസ് എസ്തെറ്റിക് ഫോട്ടോസ്. എസ്തെറ്റിക് ഫോട്ടോസ് എന്ന് പറഞ്ഞ ആധാർ കാർഡിൽ ഫോട്ടോ എടുത്തപ്പം വരാ മുഖം മറിച്ച് നിന്നിട്ടുള്ളവനാ ഇവൻ. അമ്മ ഒരു റെഡ് ഫ്ലാഗ് തന്നെ. എന്തോന്നാ അമ്മ ഒരു നെഗറ്റീവ് ആണെന്ന്. ഓ, ഈ വീട്ടിലൊരു സ്വൈര്യമില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളാ. ഒരു ജോത്സ്യനോട് ചോദിക്കണം. അതിനെന്തിനാ ജോത്സ്യൻ? നമുക്ക് ചാറ്റിപിറ്റിനോട് ചോദിക്കാം. എന്താ, പുതിയ ജോത്സ്യനാണോ? ഓ, അത് ജോത്സ്യനൊന്നും അല്ല, ഫോണിലുള്ള ഒരു AI. അതിനോട് ചോദിച്ചാൽ അറിയാത്തതായിട്ടൊന്നുമില്ല. ഹേയ് സിറി, മേസ്തിരിയോ? മേസ്തിരിക്ക് എപ്പോഴോ പണി കഴിഞ്ഞ് പോയി. ഓ, മേസ്തിരി അല്ല, ഹേയ് സിറി, എന്റെ ഫോൺ എവിടെ
നോക്കിയതാ. ഓ പറഞ്ഞോല്ലേ അതും കംപ്ലൈന്റ് ആണല്ലേ. അത് മാത്രല്ല മൊത്തത്തില് നീയും കംപ്ലൈന്റാ. അമ്മ എന്തുവാടാ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്തുവാടാ ചിണുങ്ങാത്ത കാര്യം പറ. അതെ എനിക്ക് ഒരു കൊച്ചിനോട് ക്രഷ് ഉണ്ട്. കൃഷിയോ? ഓ കൃഷിയല്ല ക്രഷ്. ഇഷ്ടം തോന്നുന്നതിന് പറയുന്നതാ ക്രഷ്. പിന്നെ ബ്രഷ് വാങ്ങാൻ കാശില്ലാത്ത നിനക്കാ ക്രഷ്. പോയില്ല പണിയെടുത്ത് കാശുണ്ടാക്കാൻ നോക്ക്. ഓക്കെ എന്നാ ഞാൻ മെറ്റാട് വഴി കാശുണ്ടാക്കാം. പെച്ചാട് വഴിയോ? എങ്ങനാ പാല് കറന്ന് കാശുണ്ടാക്കാൻ പോവാണോ? നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഈ ന്യൂ ജനറേഷനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഓ നിനക്ക് പിന്നെ എല്ലാം അറിയാലോ. എടാ നിനക്ക് പൊതുജ്ഞാനം ഉണ്ടോടാ? പൊതുജ്ഞാനം അമ്മ ചോദിക്ക്. നിനക്ക് അയൺ മാൻ ഓഫ് ഇന്ത്യ ആരാണെന്ന് അറിയോ? അത് ടോണി സ്റ്റാർക്ക്. ടോണി സ്റ്റാർക്ക് അതാരാടാ? അതല്ലേ അയൺ മാൻ, സൂപ്പർ ഹീറോ. എന്റെ ദൈവമേ, വിദ്യാഭ്യാസം ഒരു വില്ലനായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് സർദാർ വല്ലഭായ് പട്ടേൽ. അല്ല അമ്മക്കേ തോരൻ അറിയാവാ? അറിയാതെയാണോ നീ ഉച്ചക്ക് തോരനും കൂട്ടി ചോറുണ്ടത്? ഇതാ പ്രശ്നം. എന്റെ സൂപ്പർ ഹീറോസിനെ അമ്മക്കും അറിയത്തില്ല, അമ്മേന്റെ സൂപ്പർ ഹീറോസിനെ എനിക്കും അറിയത്തില്ല. നിന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കും അറിയത്തില്ല. എവിടെ ഫോൺ? എവിടെ ഫോൺ? ശരിയാക്കി തരാം. ഹലോ, നിങ്ങൾ അവിടുത്തെ ജോലി രാജിവെച്ച് ഇങ്ങോട്ട് വരുന്നതാ നല്ലത്. ഈ ചെക്ക് ഇവിടെ കേട്ടിന് എന്തൊക്കെയോ വാക്കുകളാ പറയുന്നത്. എടാ നിന്റെ അച്ഛൻ അവിടുത്തെ ജോലി രാജിവെച്ച് ഇങ്ങോട്ട് വരുന്നെന്ന്. അച്ഛൻ വരുന്നു. അച്ഛൻ വരട്ടമ്മ വരട്ട്. എത്ര നാളായി പാവ അവിടേക്കൊന്ന് കഷ്ടപ്പെടും. അമ്മ അച്ഛൻ വരുമ്പോ ഒരു വിഷയം കൂടെ കൊണ്ടുവരാൻ പറയണേ അമ്മ. അപ്പൊ എന്റെ മോൻ പോവാ അവിടേക്ക്? ഞാനല്ല നിങ്ങൾ. എടാ ജേസി. ജേസി അല്ല ജെൻസി. ഇത് തൻവിക തൂക്കി. യുനോ ആ രണ്ട് ജനറേഷന്റെ ഡയലോഗ്സ് ആണെങ്കിലും അവർ ആ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും രണ്ടും നിങ്ങൾ ആ രണ്ട് ജനറേഷന്റെ കാര്യം സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. മോളെ ആരാണ് നിങ്ങളുടെ ഗ്രൂമർ? നിതീഷ് ചേട്ടൻ. നിതീഷ് ചേട്ടനോ? സൂപ്പർ നിതീഷ്, സൂപ്പർ. അടിപൊളി. ബോഡി ലാംഗ്വേജ് ആണെങ്കിലും വാക്കുകളാണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അമ്മച്ചി തൂക്കി. മോനെ യോ ജെൻസി അത് സൂപ്പർ. നന്നായി സൂപ്പർ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഒരു ടേക്ക് ഇതില് ഇത്ര ഡയലോഗ്സ് ഓർത്ത് വെക്കണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോവാലാ. നമുക്ക് പോടാ. ഉണ്ടായിരുന്നു പുതിയ ആളെങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. തനൈ നന്നായി പഠിപ്പിച്ചായിരുന്നോ? തനൈ ചേച്ചി എവിടെ? ചേച്ചി അമ്മേന്റെ വീട്ടിൽ ഇരിക്കുക. എന്തു പറ്റി? എന്താ വരാത്തെ? കാലൊടിഞ്ഞ് കിടക്കുക. അയ്യോ, അതുകൊണ്ടാണ് ഇപ്രാവശ്യം തൻവികനെ കൂട്ടിയത്. തൻവിക കുട്ടി എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇഷ്ടായോ? ഇവിടെ ഒന്നും പേടിയുണ്ടായിരുന്നോ മോന്? ഇല്ലായിരുന്നു. എല്ലാം പറഞ്ഞു തന്നോ? എന്തൊക്കെയാ ഇവിടെ വരുമ്പോ ചെയ്യാന്നൊക്കെ എല്ലാം പറഞ്ഞു തന്നിരുന്നോ? ഇവന്റെ പ്രത്യേകത എന്താ അറിയാമോ? ആരുമായിട്ട് അവന് കെമിസ്ട്രി വർക്കൗട്ട് ആവും. എന്നെ പോലെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു വിഷയമേ ഇല്ല. അവൻ അവന്റെ പോഷൻ ക്ലിയർ ചെയ്ത. ഒന്ന് കരയണം തോന്നുന്നുണ്ടോ? എനിക്ക് സത്യം അവന് വരെ എനിക്ക് ഞാൻ ആലോചിക്കുന്നത് മനസ്സിൽ ഇതിന്റെ ഇത് യൂട്യൂബിലൊക്കെ വരുമ്പോ താഴെ കമന്റ് വരുമല്ലോ, കണ്ട് പടിയടാ അവിടെ ഇരുന്ന് കിണിക്കാതെ എന്ന കാര്യം പറഞ്ഞാലേ ഒരു കരച്ചില് കുഴപ്പമില്ല. കൂടെ ഞാനുണ്ട്. നീ കല്യാണം കഴിഞ്ഞല്ലേടാ ഇതെന്റെ പാവാക്കിയില്ല അതുപോലും ആയിട്ട്. എന്ത് പറഞ്ഞാൽ ഇവര് കല്യാണത്തിൽ വന്ന് നിർത്തി. എന്തൊരു കഷ്ടമാണിത്. ഓ ശ്രീവിദ്യ ഒന്ന് സ്കോർ ചെയ്ത്. തൻവിക ഏത് ക്ലാസ്സിലാ മോളെ പഠിക്കുന്നേ? ഇനി 2ലേക്കാ. അങ്ങനെ വലിയ കുട്ടിയായി. ചക്കി കൊത്ത ചങ്കരൻ. ഇവിടെ ഇരിക്കുന്ന ഒക്കെ ടീച്ചേഴ്സാ കേട്ടോ. ടീച്ചേഴ്സൊക്കെ നിങ്ങളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടുന്ന് നോക്കുമ്പോ ആ ടീച്ചർക്ക് ഇരുന്ന് കൈയടിക്കുക. എനിക്ക് തോന്നുന്നു ടീച്ചറിന്റെ വീട്ടിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു മകനോട് സംസാരിക്കുന്നത്. ആണോ? അതോ പിള്ളേര് നിങ്ങളുടെ ജനറേഷനിലുള്ള ഈ ജനറേഷനിലെ പിള്ളേരല്ലേ നിങ്ങളുടെ അംഗൻവാടിയിലുള്ളത്? അംഗൻവാടിയിൽ അത് ജൻസി വാക്കുകളൊക്കെ പഠിച്ചോ ഓരോന്ന്?
പൂക്കി ഇതൊക്കെ പഠിക്കണം. ടീച്ചറെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആകുമ്പോ പറയും ഇനി 1 മണിക്കൂർ ഉറങ്ങാനുള്ള സമയമാണ്, എല്ലാരും ഉറങ്ങിയെന്ന് നമ്മളോട്. ഞാൻ ആലോചിക്കുന്നത് ഇവൾക്ക് ഈ കുഞ്ഞ് നൈറ്റി എവിടെ കിട്ടിയത്? അതെ, അതാ മാമൻ തന്ന. മാമൻ ഓ തന്നോ? ആ മാമന്റെ ഒരു ഫോട്ടോ കാണാൻ തോന്നുന്നു. തിരിച്ചു കൊടുക്കണ്ട കേട്ടാ, മാമന് കൊടുക്കണ്ട, അമ്മകൾ കൊണ്ടുവെക്കോ കേട്ടാ. കൊള്ളാം. എന്തായാലും ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ പെർഫോം ചെയ്തതിന് ഇനി നമുക്ക് ബാറ്ററി ചാർജ് കാണണ്ടേ? കാണാൻ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? എവിടെ കാണാൻ പറ്റുമെന്നറിയോ? തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ബാറ്ററി വരും കേട്ടോ. തിരിഞ്ഞു നോക്കിയോ. അടിപൊളി. അമ്മച്ചിക്ക് അറിയോ അത് എത്രയാണ്? എത്ര രൂപ കിട്ടിയെന്ന്? എത്ര രൂപ കിട്ടി അമ്മച്ചി? എണ്ണിക്കോ. തൻവിക കുട്ടി ഇത് ചേച്ചി അവിടെയാ ചോദിക്കുന്നത്, ഇവിടെ. ആ അത് എവിടെയാ? അത് എത്രയാണ്? എത്ര രൂപയാ അത്? 130. അതിന്നും കൊറേ ഉണ്ട് കേട്ടോ. 30,000 റുപ്പീസ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് വലിയൊരു എമൗണ്ടാ. ഓക്കെ, നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം. 15,000 സെറ്റ്. അപ്പൊ ചേച്ചി സ്പ്ലിറ്റ് ചെയ്യട്ടെ ചേച്ചി. ഉറപ്പായിട്ട്. അല്ല, ഇവൻ സീനിയറാന്ന് പറഞ്ഞിട്ട് ഇനി കൂടുതൽ എടുക്കോ? അത് അറിയത്തില്ല കേട്ടോ, നമുക്ക് പറയാം. അവൻ നിക്കുന്ന നോക്കിയേ. സൂപ്പർ. അപ്പൊ പേയ്മെന്റ് ഒക്കെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ചേച്ചിനോട് പോയി അന്വേഷണം പറയണം കേട്ടോ. ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കാൻ വേഗം മാറാൻ വേണ്ടി. എന്നിട്ട് ചേച്ചിയും ഈ 2 പേരുമായിട്ട് തിരിച്ചു വന്ന് പെർഫോം ചെയ്യണം. ഓക്കെ, ഒരു തിരിച്ചു താടോ. നീ കൊടുക്കാത്തത്? അവന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, സ്ട്രേഞ്ചേഴ്സ് എന്ത് ചോദിച്ചാലും കൊടുക്കരുതെന്ന്. ഗുഡ്. ഇതൊക്കെ പറയുമ്പോൾ കുട്ടികളോട് ഞാനൊരു കാര്യം പറയാം. സ്ട്രേഞ്ചേഴ്സ് ഒക്കെ പുറത്തുനിന്ന് ഹായ് കാണിക്കും, മുട്ടായി തരും, അതൊന്നും വാങ്ങാൻ നിൽക്കരുത്. എല്ലാവരും നല്ല കുട്ടികളായിട്ട് സ്കൂളിലൊക്കെ പോയി അച്ഛനോടും അമ്മയുടെ വർത്താനൊക്കെ പറഞ്ഞ് ആരെയൊക്കെ മീറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ്. എടാ, ഞാൻ ഭയങ്കര ഉപദേശം കൊടുക്കുന്നുണ്ടോടോ? അംഗനവാടിയിലെ ടീച്ചേഴ്സ് വന്നോണ്ടാ. 3 ജനറേഷനാണ് ആ ഫ്ലോറിൽ നിൽക്കുന്നത്. അതായത് ശ്യാമണ്ണക്ക് മിമിക്രിയുടെ വലിയ ടോപ്പില്, അല്ല മിമിക്രിയുടെ സീനിയർ ആൾക്കാരാണ്. അതിന്റെ ഏറ്റവും ജൂനിയർ. പിന്നെ സ്വാതന്ത്ര്യ ദിനം വരെ ആങ്കർ ചെയ്ത അവള്. ദണ്ഡിയാത്ര ഫോട്ടോയുള്ള ചേച്ചി. അയ്യോ, എന്തായാലും ചേച്ചി തമാശകൾ ഒരുപാട് നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു ഇന്ന്. അപ്പൊ എന്തായാലും നമുക്ക് കൺഫ്യൂഷൻസ് ഒരുപാടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആരൊക്കെയാണ് ചേച്ചി? സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിലാണ് ക്ലാരിറ്റി കുറച്ചുകൂടി ക്ലിയർ. സൂപ്പർ. ബിക്കോസ് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് നമ്മുടെ ഈ ചെറിയ വാവകൾക്കാണ്, 2 പേർക്കാണ്. വരട്ടെ, അവിടെ വരട്ടെ. ഓക്കെ, കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ. അപ്പൊ നമ്മുടെ തനയും തൻവികയ്ക്കാണ് ഇന്നത്തെ സമ്മാനങ്ങൾ മൊത്തം ലോട്ടറി പോലെ അടിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, തനെ ആൻഡ് തൻവിക. അതുപോലെ തന്നെ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു അഗൈൻ തനെ ആൻഡ് തൻവിക. ചിരിക്കളിയാ. ഇതെന്തിനാ തന്നത് കിട്ടിയെന്ന് ഇവർക്ക് മനസ്സിലായോ എന്തോ? തൻവിയക്ക് മനസ്സിലായോ മോളെ ഇതെന്തിനാ തന്നതെന്ന്? എന്തിനാ ഈ സമ്മാനം? സമ്മാനം കിട്ടിയേ? അല്ല, എന്നെ ചെയ്തി. അയ്യോടാ. അപ്പൊ ഇനിയും സൂപ്പറാക്കി ചെയ്യില്ലേ? ആ അളിയാ, ഓക്കെ അല്ലേ അളിയാ? ക്യൂട്ടി ദ ഹാൻഡ് വാഷിന്റെ ഹാൻഡ് വാഷ് ഉണ്ട്, സോപ്പ് ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്. അവിടെ ആണെങ്കിൽ പല്ല് തേക്കാനുള്ള പേസ്റ്റ് ഉണ്ട്. മക്കളെ കുളിക്കണം, കൈ കഴുകണം, പല്ല് തേക്കണം, ഇവരോ ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാം അടിപൊളി. അപ്പൊ എന്തായാലും പുതിയൊരു വർഷം, എല്ലാവരും ഇനി പുതിയൊരു വർഷം സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ പാടും. മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും. കാരണം നിങ്ങൾ ഗംഭീരമായിരുന്നു. കാരണം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു നിലയിൽ എത്തുന്നത്. കുട്ടിക്കാലം മുതലേ ഞങ്ങൾക്ക് തരുന്നൊരു ട്രെയിനിങ്, സപ്പോർട്ട്, എവിടെ പോയാലും എങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ നമ്മൾ വീട്ടിനെക്കാട്ടിലും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. അപ്പോൾ ടീച്ചേഴ്സാണ് ഞങ്ങളുടെ അമ്മമാര്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വരാൻ പോകുന്ന, ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന എല്ലാ മക്കൾക്കും അടിച്ചു പൊളിക്കുക. ഇനി ലൈഫ് അങ്ങോട്ടേക്ക് സെറ്റാണ്. എലീന, നമ്മുടെ ടീച്ചർമാരൊക്കെ കണ്ടപ്പോഴേ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ഭാവിയിലെ മുൻകരുതൽ എന്നുള്ള രീതിയിലാണ്
അതായത് ഈ ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് നമ്മുടെ അംഗൻവാടി വഴി ഒരുപാട് പരിരക്ഷ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. അപ്പം അതെന്തൊക്കെയായിരുന്നു? യു മീൻ പോഷകാഹാരങ്ങൾ? അതെ അതെ അതെ. അവൾക്ക് ചോദിക്കാം. ചോദിച്ചത് ഞാനാണെങ്കിലും എനിക്കും എലിക്കും ശ്രീവിദ്യക്കും കൂടെ ചേർത്ത് ഭാവിയിൽ വേണമെങ്കിൽ മൃദുലയ്ക്ക് ഒന്നും കൂടെ ചേർത്തിട്ടാണ് ചോദിക്കുന്നത്. എനിക്ക് ഓൾറെഡി കിട്ടി. എനിക്ക് ഇപ്പൊ തന്നെ അംഗൻവാടിയിൽ ഇനി അമൃതം പൊടി തരില്ല എന്നും പറഞ്ഞ് കേട്ടില്ല. പിന്നെയാ ഇവിടെ അംഗൻവാടിയിൽ അമൃതം പൊടി വെച്ച് പുട്ടവിച്ചു. അല്ല, ഇതൊക്കെ ഉള്ളതാണോ ചോദിക്കട്ടെ ടീച്ചറെ? ഉള്ളതാണോ ഈ പറയുന്നതൊക്കെ കാര്യങ്ങള്? നമസ്കാരം, എൻ്റെ പേര് ഗീതാകുമാരി. ഞാൻ ഏഴംകുളം പഞ്ചായത്തിലെ 11 നമ്പർ അംഗൻവാടിയിലെ ടീച്ചറാണ്. ഇപ്പോൾ ഗർഭിണികളുടെ കാര്യം ചോദിച്ചത്, നമ്മൾ ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഭവന സന്ദർശനം നടത്തും. നമ്മളവരെ രജിസ്റ്റർ ചെയ്യും. നേരത്തെയൊക്കെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്മുടെ മാനുവലായിട്ട് നമ്മുടെ രജിസ്റ്ററിനകത്ത് നമ്മൾ എഴുതി ചേർക്കുകയായിരുന്നു. ഇപ്പോഴതിന് വ്യക്തമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, പോഷൻ ട്രാക്കർ. അതിനകത്ത് നമ്മുടെ ആധാർ അടിച്ച് അതുപോലെ തന്നെ EKYC ഒക്കെ ചെയ്തതിന് ശേഷം അവരുടെ ഫോട്ടോ ഒക്കെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അവരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ആ ഗർഭാവസ്ഥയെക്കുറിച്ചുള്ള അവയർനെസ് ഒക്കെ അവർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ അവരുടെ ഗർഭാവസ്ഥയിലുള്ള കുത്തിവയ്പ്പുകളെ കുറിച്ചൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ സർക്കാരിൽ നിന്ന് നമുക്ക് PMMVY എന്നൊരു പദ്ധതിയുണ്ട്, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. അതും പ്രകാരം ഒരു സ്ത്രീയുടെ ആദ്യത്തെ ഗർഭത്തിൽ, അതായത് ആദ്യം പ്രസവിക്കുന്നത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആദ്യത്തെ പ്രസവത്തിൽ അവർക്ക് 5000 രൂപ ധനസഹായമുണ്ട്. അത് ഗവൺമെന്റ് ജോലിയുള്ള ഗർഭിണിയാണെങ്കിൽ ആ ആനുകൂല്യത്തിന് അർഹയല്ല. അല്ലാന്ന് അങ്ങനെയുണ്ട്. പിന്നെ ഭർത്താവോ അല്ലെങ്കിൽ മറ്റു കുടുംബത്തിലുള്ള ആർക്കോ ജോലി ഉണ്ടെങ്കിൽ അത് ബാധകമല്ല. പിന്നെ അതിനുശേഷം പിന്നെ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ മാത്രം, ഗേൾ ചൈൽഡ്, അതിന് മാത്രം 6000 രൂപ ധനസഹായമുണ്ട്. 5000 രൂപ എല്ലാ മാസം കൊടുക്കുമോ? ഒറ്റ തവണ. എന്റെ സീരിയസ് ആയിട്ടുള്ള സംശയമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് റിട്ടയർ ആയവരാണുള്ളെങ്കിൽ കിട്ടുവോ? റിട്ടയർഡ് ആയവർക്കും പെൻഷൻ ഉണ്ടല്ലോ, സർക്കാർ പെൻഷൻ ആണല്ലോ. എന്റെ അമ്മായി അമ്മ ലക്ഷണം വെച്ച് നോക്കുമ്പോ എനിക്കാണ് 5000 എനിക്കും അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് അറിയോ, ഒരു 5000 രൂപയ്ക്ക് വേണ്ടി എന്തൊക്കെ റിസ്ക്. 5000 വേറെ കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു ഈ ഏഴംകുളത്തെ ആ 5000 രൂപ മേടിക്കാൻ ഞാൻ ചെല്ലുമ്പോൾ നിങ്ങളാണെങ്കിലൊക്കെ ആയിരിക്കും. പിന്നീട് അവർക്ക് പോഷകാഹാര പദ്ധതികളുണ്ട്. അത് എല്ലാ മാസവും അംഗൻവാടിയിൽ നിന്ന് എന്താണോ ആ മാസം കിട്ടുന്ന പോഷകാഹാരം അത് പിന്നെ സെർവ് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഈ ഓൺലൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും ചെയ്യുന്നത്, അതോ നമുക്ക് ഓൺലൈനിൽ ആക്സസ് ചെയ്യാവുന്നതാണോ? നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതെ, നമ്മുടെ തന്നെ ഫോണിനകത്ത് പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല കാര്യം. കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ കുട്ടിയുടെ ജനനം തൊട്ട് ഇവര് നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. വളരെ നല്ല കാര്യം. നമ്മൾ ശരിക്കും തമാശയായിട്ട് പറഞ്ഞെങ്കിൽ എത്രയോ പേർക്ക് എത്ര സഹായമാവുന്ന തീർച്ചയായിട്ടും പദ്ധതി നമുക്കും വേണ്ടി വരും. അതെ അതെ. അപ്പൊ എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റി. അത് ശരിക്കും നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും വരണം. ഇനിയും നമുക്ക് ഇതുപോലെ ഇരുന്ന് ചിരിച്ച്, എന്തായാലും സ്കൂളിൽ പോയി നിങ്ങൾ ടെൻഷൻ അടിക്കും, ഓ മക്കളെ മിണ്ടാണ്ടിരിക്കുന്നു പറയില്ലേ, ഇവിടെ അങ്ങനത്തെ ഇല്ല, ഇവിടെ ചിരിയാണ് ഫുൾ. ഇപ്പൊ ഒരു എപ്പിസോഡ് കൂടെ നമ്മൾ അടിച്ചു പൊളിക്കില്ലേ? ഏഴംകുളം ടീച്ചേഴ്സ് റെഡിയാണോ? അതാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിന്റെ മുമ്പ് മക്കള് മാത്രമല്ല എല്ലാവരും ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഇത് പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്ന അടുത്ത ദിവസം കാണാം. ബൈ ബൈ.